സുഹൃത്തുക്കളെ, ഭർത്താവ് മരിച്ചുപോയ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? ചില ഉസ്താദുകൾക്ക് പറയുന്നത് ഒരു മൂലയ്ക്ക് വേദഗ്രന്ഥം വായിച്ചിരിക്കണം. വേറെ ചില ആൾക്കാർ പറയുന്നത് ഭർത്താവ് മരിച്ചു പോയാൽ ചിലപ്പോൾ നാട്ടുകാരൊക്കെ വീട് വെച്ചു കൊടുക്കും. ആ വീട് വെച്ചു കൊടുത്ത നാട്ടുകാരില്ലേ, പൈസ ലോയ്ക്ക് നാട്ടുകാർ, ആ നാട്ടുകാർ പറയുന്ന രീതിയിൽ വേണം പിന്നെ ആ വീട്ടുകാർ തീരുമാനിക്കാൻ, ആ വീട്ടുകാർ ജീവിക്കാൻ. പിന്നെയുണ്ട്, ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചില ആളുകളുണ്ട്, അവർ പറയുന്ന പോലെ വേണം പിന്നെ ആ വീട്ടുകാർ തീരുമാനിക്കാൻ. ഇനിയുണ്ട്, ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ ആണെങ്കിൽ പിന്നെ റീല് വരാൻ പാടില്ല, ആരോടെങ്കിലും അഭിനയം എന്ന് പറയുന്ന പരിപാടി ചെയ്യാനേ പാടില്ല. ഇങ്ങനെ കുറെ നിയമങ്ങളൊക്കെ ഈ പെണ്ണുങ്ങളെ മേലെ നമ്മളാണ് ചാർത്തപ്പെട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, സുധി കൊല്ലത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ അറിയുന്നതിനൊക്കെ കൂടുതൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ കേരളത്തിലെ എല്ലാവർക്കും അറിയാം. രേണു എന്ന് പറയും. അവർ കഴിഞ്ഞ ദിവസം ഒരു റീല് ചെയ്തിട്ടുണ്ട്. രസകരമായ റീലാണ്. എനിക്ക് തോന്നിയത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അവരതിൽ അഭിനയിച്ചിട്ടുണ്ട്. പാട്ട് ഞാൻ സൈലന്റ് ആക്കി വെക്കും, കാരണം അത് എനിക്ക് പണി കിട്ടുമെന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും ആ റീലൊന്ന് കണ്ടു. ചാന്തുകുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്നുള്ള പാട്ടില്ലേ, ചാന്തുകുടഞ്ഞൊരു സൂര്യൻ മാനത്ത്. പാട്ട് മൊത്തം ഒഴിവാക്കാം. നമ്മുടെ കോഴിക്കോട്ടുകാരനില്ലേ, അദ്ദേഹം കൂടി ചേർന്നിട്ടാണ് ഈ റീല് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നാട്ടുകാരെ പ്രശ്നമാക്കിയ രംഗങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അതൊക്കെ വലിയ പ്രശ്നമാണ്. തലയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ദാസേട്ടന്റെ മതിക്ക് വീണ്ടും വെള്ളം, വയറിന്റെ അവിടെ പോയി പിടിച്ചു, ആകെ പ്രശ്നമായി. അവിടെ അമർത്തി, അതിനേക്കാൾ വലിയ പ്രശ്നം. കാല് കാണാണ്ട് കാലും കൂട്ടിച്ചേർത്ത് വെച്ചു, അത് വലിയ വിഷയമാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നാട്ടുകാർക്ക് വിഷയമായിട്ടുള്ളത്. ആ റീല് അത്യാവശ്യം ഭംഗിയായിട്ട് ഈ രേണു എന്ന് പറയുന്ന ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ഇതിന് താഴെ വന്നിട്ട് ഒരുപാട് വൃത്തികെട്ട കമന്റുകളാണ് നാട്ടുകാരൊക്കെ എഴുതിക്കുന്നത്. ഈവൻ ഞാൻ ഒരു ഇത് വായിച്ചത്, ഇവർക്ക് വീടുണ്ടാക്കി കൊടുത്ത ഒരു ടീമുണ്ട്. അവര് ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, വീടുണ്ടാക്കി കൊടുത്തു, എന്തായാലും വീടിന് വിൽക്കാനൊന്നും പറ്റൊന്നുമില്ല, വീട് മക്കളുടെ പേരിലാണ്, മക്കൾ തീരുമാനിക്കട്ടെ, അമ്മയോടൊപ്പം തീരുമാനിക്കാൻ വേണ്ട എന്നൊക്കെ. അതിന്റെ താഴത്ത് രസകരമായ ചില കമന്റുകൾ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്, വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ജീവിക്കണോ അവരെന്നതാണ്. സുഹൃത്തുക്കള്, നമ്മുടെ നാട്ടുകാര് ഒരു രക്ഷയില്ലാത്ത തരത്തില് മോശമായ രീതിയിലേക്കൊക്കെ പെരുമാറി പോകുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് വിട്ടുപോകുന്നു, എന്തോ ആയിക്കൊള്ളട്ടെ, ആ സ്ത്രീ പിന്നീട് ഉള്ള ജീവിതം മുഴുവൻ ആ ഭർത്താവിനെ മാത്രം ആലോചിച്ചുകൊണ്ട് അയച്ചുകൊണ്ട് ജീവിച്ചോട്ടെ, പ്രശ്നമായിരുന്നില്ല, അവരെ മാത്രം ആലോചിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള കളർഫുൾ ഡ്രസ് ഇടാതെ വെള്ളക്ക വസ്ത്രം ധരിച്ചിട്ട് നടക്കണമെന്ന ആർഷഭാരത സംസ്കാര ബ്ലഡി അത് ഫോളോ ചെയ്യണമെന്നാണ് നിങ്ങളൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അവർക്ക് നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല. ഒരു നല്ല വസ്ത്രം ധരിച്ചാൽ, ചുണ്ടിൽ ഒരു അല്പം ലിപ്സ്റ്റിക് ഇട്ടാൽ, പൊട്ടു തൊട്ടാൽ, ഒരു പുതിയ മാല അണിഞ്ഞാല്, ഒരു കളർഫുൾ ഡ്രസ്സ് അണിച്ചിട്ട് ഒരു വിവാഹത്തിന് വല്ല ഫംഗ്ഷനോ പോയി കഴിഞ്ഞാൽ, ആരോടെങ്കിലും എപ്പോഴും സെൽഫി എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രശ്നമാണ്. നാട്ടുകാർക്ക് ഇതൊക്കെ വലിയ പ്രശ്നമാണ്. കാരണം ഒരു വിവാഹം കഴിഞ്ഞ സ്ത്രീയെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. വിവാഹം കഴിഞ്ഞ സ്ത്രീകളൊക്കെ പിന്നെ പിഴകളാണ്. വിവാഹം കഴിഞ്ഞില്ല, ഈ ഡിവോഴ്സ് ആയപ്പെട്ട അല്ലെങ്കിൽ ഭർത്താവ് മരിക്കപ്പെട്ട സ്ത്രീകളൊക്കെ പിന്നെ പിഴയാണ്. അവരൊക്കെ വളരെ മോശമായ രീതിയിലാണ് പിന്നെ ആളുകളൊക്കെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഈ രേണുവിന് താഴെ വന്നിട്ട് ഭീകരമായ കമന്റുകളാണ്. ആളുകളൊക്കെ പറയുന്നത്, എന്നാലും ചേച്ചി ഇത് വേണ്ടായിരുന്നു, മരിച്ചുപോയ ചേട്ടനെങ്കിലും ഓർക്കണമായിരുന്നു എന്നൊക്കെ ചില ആളുകളൊക്കെ പറയുന്നത്. ഭയങ്കര തത്വജ്ഞാനികളാണ് കേട്ടോ. എനിക്ക് തോന്നിപ്പോയത് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിലെ സനാതന ജീവികളാണെന്ന് എനിക്ക് അവരെ തോന്നിപ്പോയത്. മരിച്ചുപോയ ചേട്ടനെങ്കിലും ഓർക്കണമായിരുന്നു. സുധിച്ചേട്ടൻ ഓർക്കുമ്പോൾ ഈ പെണ്ണും പിള്ള എന്തിനങ്ങനെ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നത്. സുധിച്ചേട്ടൻ ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് കരയുന്നുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു സ്വർഗവും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടൊക്കെ ഇരുന്നിട്ട് ഇദ്ദേഹത്തിന് സ്വന്തം ഭാര്യയൊക്കെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം സന്തോഷിക്കുന്നുണ്ടായിരിക്കും. അവൾ ആഹ്ലാദിച്ച് ജീവിക്കുന്നുണ്ടല്ലോ, സന്തോഷിച്ച് ജീവിക്കുന്നുണ്ടല്ലോ, അവൾ ഒന്നുകൂടി നല്ല മെച്ചപ്പെട്ട രീതിയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. എന്തായാലും ഈ കമന്റുകൾ കാണുന്ന സമയത്ത് നാട്ടുകാരൊക്കെ അവസ്ഥകൾ നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോകും. അയ്യേ, ഇവൾക്ക് നാണമില്ലേ, ബീച്ചിൽ പോയി ഇങ്ങനെ മറ്റൊരുത്തനോടൊപ്പം. നോക്കൂ, സിനിമ എന്ന് പറയുന്ന മേഖലയില് മറ്റൊരുത്തനോടൊപ്പം തന്നെയാണ് അഭിനയിക്കേണ്ടത്. സുധിച്ചേട്ടനോടൊപ്പം മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂന്നില്ല. അവരൊരു നല്ല നടിയായിട്ട് പക്ഷെ ഭാവിയിൽ ഉയർന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. അത്യാവശ്യം നീറ്റായിട്ടൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട്. ചില്ലറ വേഷങ്ങളൊക്കെ ചെയ്ത് അവർ ജീവിക്കട്ടെന്ന്. അനാവശ്യമായിട്ട്
നമ്മൾ പണൊക്കെ സഹായിച്ചിട്ട് ഒരാൾക്കൊരു വീട് വെച്ചു കൊടുത്തു വെച്ചിട്ട് പിന്നീട് നമുക്ക് അവരോട് വലിയ ആ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ പിന്നെ അവർ ജീവിക്കാൻ പാടും നമുക്ക് പറയാൻ പാടില്ല. അത് ശരിയല്ലെന്നേ. വീട് വെച്ചു കൊടുത്തു, അത് നിങ്ങൾ ഉത്തരവാദിത്തമായിരുന്നു, അതവിടെ കഴിഞ്ഞു. അവർ സഹായം ചെയ്യില്ലായിരുന്നു. പിന്നെ 24 മണിക്കൂറും ഞങ്ങൾ സഹായം ചെയ്തിട്ട് അവർ ജീവിക്കുന്നത്, ഞങ്ങൾ സഹായം ചെയ്തിട്ട് അവർ ജീവിക്കുന്നത്, പിന്നെ ഞങ്ങൾ പറയുന്ന പോലെ മാത്രം ജീവിക്കാൻ പാടുള്ളൂ, ഞങ്ങൾ പറയുന്ന പോലെ ഡ്രസ്സ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അത് വല്ല കോണത്തിലും പോയി പറഞ്ഞാൽ മതി. സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രേണു, നിങ്ങൾക്ക് ഇഷ്ടപോലെ ജീവിക്കൂ. ആഹ്ലാദത്തോടെ നിങ്ങൾ ഏട്ടൻ ആഗ്രഹിച്ച പോലെ ഏറ്റവും സുന്ദരമായ ജീവിതം, എൻ്റെ പൊന്നു മകളെ, നിങ്ങൾ സുന്ദരമായിട്ട് ജീവിച്ച് തകർത്ത് പൊളിച്ച് ജീവിക്കൂ. മക്കൾ ജീവിക്കണ്ടേ? ഈ പറയുന്ന കമന്റോടുകളൊന്നും നിങ്ങളെ വീട്ടിലേക്ക് ഇനിയൊന്നും പണം കൊണ്ടുവന്ന് തരില്ല. നിങ്ങൾ തന്നെ അധ്വാനിക്കണം. മക്കളെ നിങ്ങൾ തന്നെ പൊന്നുപോലെ വളർത്തേണ്ടി വരും. അപ്പോൾ എല്ലാ ആശംസകളും. ബൈ.